₹800 ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡം ആണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. കൗൺസിലേഴ്സിന് ഇരിക്കാൻ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലം വേണം. ഇപ്പൊ എനിക്ക് കവടിയാർ വാർഡിലുള്ള വിവേകാനന്ദ പാർക്കിലുള്ള ഓഫീസ് വളരെ പരിമിതിയുള്ള ഓഫീസാണ്. എന്നാൽ അവിടെ നമ്മൾ മാറി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്തിൽ കൗൺസിലേഴ്സ്, അത് CPM BJP എന്നില്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാനുള്ള നിലപാടെടുക്കണം. അതിന് ഈ കോർപ്പറേഷൻ പക്ഷേ ഇനിയിപ്പം ആ നഗരസഭയായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് മാറാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷെ ഞാൻ ശ്രീ വി കെ പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിന് പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്നൊരു ഭാഗം MLA ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാർ കാണാൻ പറ്റുന്നത് അതൊക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജുവിന്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ കെ മുരളീധരൻ MLA ഹോസ്റ്റലിൽ പ്രതിച്ചാണല്ലോ. ഞാൻ MLA ആയിരുന്നപ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്ത് പ്രതിച്ചു. ഇപ്പൊ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ പോകുന്നു. വട്ടിയൂർക്കാവിന്റെ ഹൃദയഭാഗത്താണ് ഈ പട്ടം, കുന്നുകുഴി, കേശാസുരം, നാലാഞ്ചിറ, നന്തങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് പോകാൻ MLA ഹോസ്റ്റൽ എളുപ്പം. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രങ്ങളുടെ ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ വരുമാനം. പക്ഷേ ₹800 എടുക്കുന്നത് ശരിയല്ല. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം, വെള്ളയമ്പലം, കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ₹800 ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആ ഓഫീസ് പണ്ട് മുതൽക്കേ ഒരു കോർപ്പറേഷൻ കൗൺസിലേഴ്സിന് തുടങ്ങിയ ഓഫീസാണ്. അന്ന് ബിന്ദു ചേച്ചി, എന്റെ അയൽവാസിയായിട്ടുള്ള ബിന്ദു ചേച്ചി CPM കൗൺസിലർ ആയിരുന്നപ്പോഴാണ് ആ ഓഫീസ് ശ്രീ പ്രശാന്തിന് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ ശ്രീ പ്രശാന്തിന് MLA ഹോസ്റ്റലിലെ റൂം കൊടുത്തിരുന്നു. പക്ഷെ അവിടെ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് മാറി. അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഒറ്റ കാര്യം പറയാനുള്ളൂ, കൗൺസിലേഴ്സിനുള്ള സ്പേസ് അതേത് പാർട്ടി ആണെങ്കിലും കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു ആഡഡ് സൗകര്യമുള്ളത് MLA ഹോസ്റ്റലിലെ റൂം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും 1 അല്ല 2 മുറി അദ്ദേഹത്തിന്റെ പേരിൽ. അവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്, പ്രിന്റർ ഉണ്ട്, വൈഫൈ ഉണ്ട്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ആളുകൾക്കെല്ലാം ഒരു ബസ് നേരെ ഇറങ്ങിയ പാളയംപള്ളിയിലൂടെ ബസ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് മാറണം എന്നുള്ള, ഞാൻ അദ്ദേഹം ആയിരുന്നെങ്കിൽ അങ്ങോട്ട് മാറുകയാണ് ഉദ്ദേശിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ ഓഫീസ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ ₹800 അത് കുറവാണ്. അത് നഗരസഭയാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ആ ₹800 എന്നുള്ള എമൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കവടിയാർ ജവഹർനഗറിലെ കണ്ടം ചെയ്തിരിക്കുന്ന ഹൗസിംഗ് ബോർഡിന്റെ ബിൽഡിങ്ങിൽ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഓടുന്നത് 15,000 രൂപയാണ് വാടക. ഞാൻ 15,000 രൂപ ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിൽ വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ₹800 എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. ഇവിടെ കാലാകാലങ്ങളായിട്ട് CPM ഇഷ്ടമുള്ള ആളുകൾക്ക് ₹200 ₹300 കൊടുക്കുന്ന വാടക കെട്ടിടങ്ങൾ പുനഃപരിശോധിക്കണം. അതിലൊരു തെറ്റുമില്ല. പക്ഷെ അത് പറയുമ്പോൾ കയറി സംഖ്യപ്പട്ടം ചാർത്തി നമ്മളെ സംഖ്യയാക്കി പീഡിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ CPM-കാരെ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. CPM പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം, അല്ലെങ്കിൽ BJP പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം. ഇവിടെ പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത്. മനസ്സിലാക്കിയപ്പോൾ 31-32 റൂം 2 റൂം പ്രശാന്തിനുണ്ട്. അവിടെ അദ്ദേഹം വരാറില്ല, പക്ഷെ വേറെ ഒരാൾ വരുന്നതുകൊണ്ട് അത് പറയുക എന്നുള്ള എന്റെ പ്രതിപക്ഷ ധർമ്മമല്ലേ. ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന BJP-ക്കെതിരെയും ഇവിടെ ഭരിച്ചു മുടിച്ച് LDF-നെതിരെയാണ്. അപ്പൊ LDF-നെതിരെ പറയുമ്പോൾ ഇതിനെ BJP-കാരനാക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ബൈറ്റ് കൊടുത്തു. അതിനുശേഷം പഠിച്ചപ്പം നിള ബ്ലോക്കിൽ 31-32 റൂമിൽ MLA വരാറില്ല, പക്ഷെ വേറെ ആളുകൾ വരുന്നുണ്ട്, താമസിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അത് പറയുന്നുണ്ട് രാഷ്ട്രീയ ധർമ്മമല്ലേ.